മോശയ്ക്ക് ഇസ്രായേൽ ജനത്തിനും ഇറങ്ങി വന്ന ദൈവം, 10 പ്രമാണം മോശ മുഖാന്തരം കൊടുത്ത ദൈവം, ആ ദൈവവും അതേപോലെ തന്നെ പുറപ്പാട് പുസ്തകം 24-ാം അധ്യായം അതിൻ്റെ 9 മുതൽ വായിക്കുമ്പോൾ അവിടെ മോശയും അഹരോനും നാദാബും അബീഹൂവും ഇസ്രായേൽ മൂപ്പന്മാർ 70 പേരും കൂടെ കയറി ചെന്ന് ഇസ്രായേലിൻ്റെ ദൈവത്തെ കണ്ടു, ഭക്ഷണപാനീയം കഴിച്ചു, തൃക്കയ്യാൽ ഒന്നും ഭവിച്ചില്ല എന്ന് അവിടെ നമ്മൾ കാണുന്നു. അതും ആ ദൈവവും ഇവിടെയെല്ലാം പ്രത്യക്ഷപ്പെട്ടത് ആരാണെന്ന് നമുക്ക് വ്യക്തമായി പുതിയ നിയമത്തിലാണ് കാണുന്നത്. പഴയ നിയമത്തിൽ ആ പുത്രൻ എന്നുള്ള ഒരു കൺസെപ്റ്റ് അവിടെ ഇല്ല. അത് പുതിയ നിയമത്തിലാണ് നമ്മൾ കാണുന്നത്. കാലസമ്പൂർണത വന്നപ്പോൾ സ്ത്രീയുടെ സന്തതിയായി മനുഷ്യപുത്രനായിട്ട് വന്നു. ആരാ ദൈവപുത്രൻ? ആരാ ദൈവപുത്രൻ? ക്രിസ്തു. ക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് വിശ്വസിക്കുന്നതെല്ലാം ദൈവത്തിൽ നിന്നുള്ളവരാണെന്നാണ് യോഹന്നാൻ അപ്പോസ്തലൻ എഴുതിയിരിക്കുന്നത്. അപ്പൊ ക്രിസ്തു ജഡത്തിൽ വന്നു, ഒരു മനുഷ്യപുത്രനായി ജനിച്ചു, മനുഷ്യപുത്രനായി വളർന്നു. അവൻ മനുഷ്യപുത്രനായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഈ കാണുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആ മനുഷ്യപുത്രനെ കുറിച്ച്, മനുഷ്യപുത്രനായിട്ട് ഇറങ്ങി വന്നു, മനുഷ്യപുത്രനായിട്ട് ജീവിച്ച്, മനുഷ്യപുത്രനായിട്ട് തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തു, തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചു. അപ്പോഴെല്ലാം മനുഷ്യപുത്രനായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ആ പഠിപ്പിച്ച് അവരെ അപ്പോസ്തലന്മാരാക്കി എടുത്ത് നമുക്ക് വേണ്ടി ആ മനുഷ്യപുത്രൻ കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നു, മരിച്ചു, അടക്കപ്പെട്ടു, 3-ാം ദിവസം ഉയർത്തു, സ്വർഗാരോഹണം ചെയ്തതിന് ശേഷമാണ് പൗലോസ് അപ്പോസ്തലൻ ഈ കാര്യം പറയുന്നത്. പൗലോസ് അപ്പോസ്തലൻ എഴുതിയിരിക്കുന്ന 2 ലേഖനങ്ങളിലും 2 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഒന്ന്, ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ കാണുന്നത് അവൻ ദൈവരൂപത്തിലിരിക്കെ. ആരെക്കുറിച്ചാണ് പറയുന്നത്? ഇവിടെ മനുഷ്യപുത്രനായിട്ട് ജനിച്ചു, മനുഷ്യപുത്രനായിട്ട് വളർന്നു, മനുഷ്യപുത്രനായിട്ട് ക്രൂശിൽ തറക്കപ്പെട്ടു, മനുഷ്യപുത്രനായിട്ട് മരിച്ചു, മനുഷ്യപുത്രനായിട്ട് ഉയർത്തു, സ്വർഗാരോഹണം ചെയ്തു, പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നു. ഇതിന് ശേഷമാണ് പൗലോസ് അപ്പോസ്തലൻ ഈ കാര്യം പറയുന്നത്. വ്യക്തമായിട്ട് പൗലോസ് അപ്പോസ്തലൻ സഭയോട് അറിയിക്കുകയും സഭയ്ക്ക് എഴുതുകയും ചെയ്യുന്ന ഇങ്ങനെയാണ്: അവൻ ദൈവരൂപത്തിലിരിക്കെ, ഫിലിപ്പിയർ 2:6, ദൈവത്തോട് സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു, തന്നെത്താൻ താഴ്ത്തി, വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി.